വിശേഷങ്ങൾ. നമസ്കാരം. ഡോക്ടർ ഐഷ മുഹമ്മദിൻ്റെ വിഷയത്തിൽ ഞാൻ ഇനിയൊരു വീഡിയോസ് കൂടെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നില്ല. കാരണം ആ ഒരു വിഷയം നമുക്ക് പറയാനുള്ള അഭിപ്രായം രണ്ട് സൈഡും കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളെ കൂടെ എൻ്റെ അഭിപ്രായം അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്ക് ആ വീഡിയോസിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കതിൽ എന്നെ അറിയുന്ന ആളുകൾ പേഴ്സണലായിട്ട് കുറേ കോൺടാക്ട് ചെയ്തു. അതല്ലാതെ കമൻറ്റുകളായിട്ട് ലെങ്തി കമൻറ്റുകളായിട്ട് കുറേ കമൻറ്റുകൾ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ കമൻറ്റുകളൊക്കെ ആളുകളുടെ അഭിപ്രായമാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും ഈ വിഷയത്തെക്കുറിച്ചിട്ട്. ഇത് തികച്ചും ഒരു സ്വകാര്യ വ്യക്തിയുടെ വിഷയമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഡൈവേർട്ടായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മതത്തിനെ അവഹേളിക്കാൻ വേണ്ടി പല ആളുകളും ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആരിഫ് ഹുസൈനെ പോലെ, അതുപോലെ വേറെ ലേഡി ഉണ്ടല്ലോ, എന്താണ് അവരുടെ പേര്, ഞാൻ കുറേ വീഡിയോസുകൾ കണ്ടു. അവരൊക്കെ ഇതൊരു മതത്തിനെ ആക്രമിക്കാനുള്ള നല്ലൊരു ആയുധമായിട്ടാണ് ഡോക്ടർ ഐഷ മുഹമ്മദിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അവതരിപ്പിച്ച് കാണിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആരിഫ് ഹുസൈൻ്റെ വാക്ക് കേട്ടിട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ടോ, അല്ലെങ്കിൽ ജസ്ലാം ആർഷീരിയെ പോലുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ടോ അല്ല നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്. ഇസ്ലാമിന് അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്, ചിട്ടകളുണ്ട്, രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയല്ല ഇസ്ലാം, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി, ഇതര സമൂഹക്കാരോടും ഒരു രാജ്യത്തിനോടും സമൂഹത്തിനോടും വ്യക്തികളോടും കുടുംബങ്ങളോടും ഭാര്യയോടും മക്കളോടും ഉമ്മപെങ്ങന്മാരോടും എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഓക്കെ, അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോകുവാനും ജീവിക്കാനും വളരെ പ്രയാസമുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെ മതം വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ തുമ്മിയ തെറിച്ചു പോകുന്നൊരു മൂക്കല്ല ഇസ്ലാം മതം. അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കിടന്ന് കുരച്ചത് കൊണ്ടോ ചാവാലിപ്പട്ടികളെ പോലെ കിടന്ന് കരഞ്ഞത് കൊണ്ടോ ഇസ്ലാമിനൊരു കോട്ടം സംഭവിക്കില്ല. ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഒരു ജിഹാദിക്കാക്കി മാറ്റും, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ആർജവത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പം ഡോക്ടർ ഐഷ മുഹമ്മദിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ പല കമൻറ്റുകൾ ഇട്ടു. ഈ കമൻറ്റുകൾക്കുള്ള മറുപടി തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അവരായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടതും ആ കുടുംബങ്ങളെ നാട്ടിക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ അവർക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ നീതി ഇവിടെ തരേണ്ടത് സോഷ്യൽ മീഡിയ അല്ല, ഇവിടുത്തെ ജനങ്ങളല്ല, അത് കോടതിയാണ്. അത് ഒരു നിയമ സംഹിത നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയാണ് അതിന് പഠിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടു, 2 വർഷങ്ങളും കേൾക്കണമെന്ന് പറഞ്ഞു, 2 വർഷം കേട്ടപ്പോൾ കുറേ തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലിവിങ് ടുഗദറായിട്ട് ജീവിച്ച് നിങ്ങൾ കുറച്ച് കാലം ജീവിച്ചതിന് ശേഷം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് പോകാൻ ഒരുങ്ങുമ്പോഴാണ് നിങ്ങളുടെ 2 വീട്ടുകാരുടെയും സമ്മതം നിങ്ങൾക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലേ? അത് കാരണത്താലല്ലേ നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കിയതും. ഇതിന് ശേഷം നിങ്ങൾ വേറെ താമസം തുടങ്ങി, ഭാര്യ ഭർത്താക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ പിരിഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഒരു കുഞ്ഞ് ജനിച്ചു. അതിനുശേഷം നിങ്ങളുടെ വഴിക്കും അയാളുടെ വഴിക്കും പോയി. നിങ്ങൾ ഖത്തറിൽ എവിടെ പോയി ജോലി ചെയ്യായിരുന്നു. ആ ഇടയ്ക്ക് ഭാര്യ ഭർത്താവും ഡൈവേഴ്സിന് കേസും കൊടുത്തു. അത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ആരോപണം കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം പോലും നിങ്ങൾ ആ ഭർത്താവിൻ്റെ വീട്ടിൽ കയറ്റിയിട്ടില്ല, നിന്നിട്ടില്ല. പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് സമരം ചെയ്യുന്നതിൽ എന്ത് ലോജിക്കാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ ചോദ്യം അതാണ്. നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം, അതല്ല എൻ്റെ രീതി. അദ്ദേഹവും നിങ്ങളും തമ്മിൽ കോൺടാക്റ്റ് ഇല്ല 6 വർഷത്തോളം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനോ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞു 15 ലക്ഷം രൂപയും 100 രൂപയെന്ന്. പിന്നെ അതപ്പോൾ വേറൊരു മലപ്പുറത്തുള്ള ഒരാൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപയാണെന്ന്. ഇനിയും കുറയുമോ? കേസിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് ഈ മാനനഷ്ടക്കേട്ടും കേസും കുട്ടികൾക്ക് ചെലവിന് കിട്ടാനുള്ളതൊക്കെ കൊടുക്കുന്ന സമയത്ത് വക്കീൽമാർ പല കാര്യങ്ങളും അതിൽ എഴുതി ചേർക്കും. അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ 1-2 കേസുകളുടെ പുറകെ പോയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം വക്കീൽമാർ എന്താണ് പറയുക, അവരെന്താണ് അതിൽ എഴുതി ചേർക്കുക എന്നുള്ളത്. കൊടുത്ത ആഭരണം 100 രൂപ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരുപാട് ഇമിറ്റേഷനാണ്, റോൾഡ് ഗോൾഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ ആ കുടുംബങ്ങളെ, അതായത് നിങ്ങളെ മുൻ ഭർത്താവായിട്ടുള്ള അവരുടെ കുടുംബങ്ങളെ, അവരുടെ വാപ്പാര്, എളാപ്പാര്, മൂത്താപ്പാര്, അവരൊക്കെ നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോ. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളുടെ ഗൗരവവും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം വേണം, നിങ്ങളുടെ സ്വഭാവം അതൊക്കെ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിലും മുന്നോട്ട് പോകുന്നതാണ് ദാമ്പത്യം. ഓക്കെ, അത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 പേർക്കും 2 പേരുടെ വഴിയിൽ പോവാം. 2 പേർക്കും വേണമെങ്കിൽ വേറെ കല്യാണവും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ കമൻ്റായിട്ട് ഇട്ടു. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. 2 ഭാഗം കേട്ടാൽ ഞാൻ സംസാരിക്കുന്നത്.
ഓക്കെ, അദ്ദേഹം വേറൊരു കുടുംബവുമായിട്ട് നല്ല അന്തസ്സായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കണ്ടാൽ തന്നെ അറിയാം. അവരിപ്പോൾ പുതുതായി കല്യാണം കഴിച്ച അലി എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചോ, അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് പോകുന്നത്, സന്തോഷത്തിലാണ് പോകുന്നത് എന്നുള്ളത്. ഇവരാണെങ്കിൽ ഇവിടെ വേറെ വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് അയാളുടെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു സംഭവം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിന്നൂല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കൂല. അതായത് നായറ്റ പുല്ല് തിന്നൂല, പശുവിനെ കൊണ്ട് തീറ്റിക്കൂല. അതിലൊന്നും കാര്യമില്ല. ഉചിതമായ തീരുമാനം എടുക്കുക. ജീവിതം ഒന്നുള്ളൂ. അപ്പം സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്കും വേണമെങ്കിൽ വേറെ ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാം. നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഡോക്ടറല്ലേ, നമ്മൾ നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉചിതമായത് എന്താണോ എന്ന് തീരുമാനിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. എല്ലാ ആശംസകളും നേരുന്നു. ബൈ ബൈ.